കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് മയ്യഴി പുഴയുടെ തീരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ മാഹിയിൽ. നമുക്കറിയാം, ലോകമറിയുന്ന എം മുകുന്ദൻ്റെ മണ്ണ്. അദ്ദേഹം എഴുതിയ ഓരോ കഥാപാത്രങ്ങളും ഇന്നും അതിൻ്റെ നിഴൽ, അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. മാഹി അല്ലെങ്കിൽ മയ്യഴി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടി വരിക എം മുകുന്ദനാണ്. അപ്പോൾ എം മുകുന്ദൻ്റെ മണ്ണിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനെ കാണാനാണ്. അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനെ. നീണ്ട നിയമ പോരാട്ടത്തിലൂടെ പോണ്ടിച്ചേരി സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ കാരണക്കാരനായി മാറിയ ഒരു അഭിഭാഷകനെ തേടി. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്ന ഒരു മണ്ണാണ് പോണ്ടിച്ചേരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കങ്ങനെ കേരളത്തിൽ ആലോചിക്കാൻ പറ്റുമോ? ഒരു 30 വർഷം നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാതിരിക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ പോണ്ടിച്ചേരിയിൽ അങ്ങനെ ആയിരുന്നു. വലിയ നിയമ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം മുൻകൈയെടുത്ത് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നീട് ആ തെരഞ്ഞെടുപ്പ് തുടർന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. അത് കോടതി കയറി ഇറങ്ങുകയാണ്. ഏറ്റവും നല്ല ക്രിമിനൽ സിവിൽ ലോയർ കൂടിയാണ് അദ്ദേഹം മാഹിയിൽ. ടി അശോക് കുമാർ. അദ്ദേഹം IRPCയുടെ ചെയർമാനാണ്. ഏതാണ്ട് 1 ഡസൻ സംഘടനകളുടെ അമരക്കാരനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് മാഹി എന്ന പോണ്ടിച്ചേരിയിൽപ്പെട്ട ഈ പ്രദേശത്ത് ഫ്രഞ്ച് ഭരണത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ തൻ്റെ പ്രവർത്തന മേഖലയിലൂടെ വളർന്നു പന്തലിച്ചത് എങ്ങനെ എന്ന് നമുക്കൊന്ന് സക്സസ് സ്റ്റോറിയുടെ ഒരു ചെറിയൊരു യാത്ര നടത്താം. പ്രേക്ഷകർക്കും ഒപ്പം അഡ്വക്കേറ്റ് അശോക് കുമാറിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അശോക് കുമാർ, ഞങ്ങളുടെ ഈ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും ഓരോ മേഖലകളിലുമുള്ള സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മനുഷ്യരുടെ യാത്രകളിലൂടെ ഒരു സഞ്ചാരമാണ്. എന്തിനാണെന്ന് വെച്ചാൽ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ താങ്കൾ തന്നെ കാർഷിക രംഗത്ത്, അതുപോലെ തന്നെ പൂന്തോട്ട നിർമ്മാണ രംഗത്ത്, കായിക രംഗത്ത്, വോളിബോൾ ആയാലും ബാസ്കറ്റ്ബോൾ, അങ്ങനെ എല്ലാ മേഖലകളിലും താങ്കളുടെ ഒരു കയ്യൊപ്പ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള താങ്കളെ അറിയാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ ഒരാളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ചോദിക്കുക, താങ്കൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് മാഹിയുടെ പുഴയുടെ അപ്പുറത്തുള്ള ന്യൂ മാഹി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം എൻ്റെ 4ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് മാഹിയിലേക്ക് വരുന്നത്. താങ്കളുടെ മാതാപിതാക്കൾ? അച്ഛൻ ബിസിനസ്സായിരുന്നു. എന്താണ് പേര്? രാഘവൻ. അമ്മ കല്ലു, ഹൗസ് വൈഫാണ്. പിന്നെ ഒരു ബ്രദറുണ്ട്, മാഷാണ്, രമേഷ് കുമാർ. പിന്നെ സിസ്റ്റർ, അവർ ജോലിയില്ല. എന്താ പേര് അവരുടെ? മീനാകുമാരി. അച്ഛനെന്തായിരുന്നു, പിതാവിന് എന്തായിരുന്നു തൊഴിൽ? ലിക്കർ ബിസിനസ് ആയിരുന്നു. എങ്ങനെയാണ് ഈ 4ാം വയസ്സിൽ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു വീടും ഒരു വാഴക്കൃഷിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ വീട്ടിലേക്ക് താമസം മാറ്റി 4ാം വയസ്സിൽ മാഹിയിലേക്ക് വരുമ്പോൾ ആ ചെറിയ പയ്യൻ്റെ മനസ്സിൽ മാഹി എങ്ങനെയായിരുന്നു? നമ്മുടെ തീർച്ചയായിട്ടും വ്യത്യസ്തമായ പാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള വീടൊക്കെ അന്ന് വയലായിരുന്നു, അതിൻ്റെ ചുറ്റും വയലായിരുന്നു. ഇന്ന് വയലൊക്കെ മാറി. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളുണ്ടായിരുന്നു ഇതിനടുത്ത് തന്നെയുള്ള നടയമൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ. ആ സ്കൂളടക്കം ഇന്നില്ല. അവിടെയൊക്കെ വാഴയും വെച്ചിട്ട് നിൽക്കുകയാണ് ആളുകൾ. അത് പോയിരിക്കുകയാണ്. ഇപ്പം മൊത്തം നഗരമായി മാറി. പ്രാഥമിക വിദ്യാഭ്യാസം ഏത് വിദ്യാലയത്തിലായിരുന്നു? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവിടെ ന്യൂമായി തന്നെ കൊളച്ചേരി LP സ്കൂൾ. അതിനുശേഷം 2nd സ്റ്റാൻഡേർഡ് അഴിയൂർ നടയമൽ സ്കൂൾ. അതിനുശേഷം 3rd മുതൽ ഡിഗ്രിയുടെ 2nd ഇയറിലാണ് കോഴ്സ് നിർത്തി ഞാൻ LLB ഉടുപ്പിയിൽ. അപ്പോൾ ഈ 2 ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് പൂർത്തിയാക്കിയത്? ഹൈസ്കൂൾ മാഹി JNGHS മാഹി തന്നെയാണ്. മാഹിയിൽ ആ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെ അല്ലേ? 10ാം ക്ലാസ് വരെയുള്ള ആ കാലഘട്ടം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നു. ഞാൻ 5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ SFIയുടെ ക്ലാസ് ലീഡറായിരുന്നു. അന്നാണ് ശരിക്കും എൻ്റെ ഫാമിലി മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയൻ KSCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടി സാർ പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ KSCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്നു. താങ്കൾ മാത്രം എങ്ങനെ SFIയിൽ എത്തിപ്പെട്ടു? അത് അന്ന് നമ്മൾ ആ 5ാം ക്ലാസ്സിലെ സൗഹൃദത്തിൻ്റെ പേരിലോ എങ്ങനെയോ. ആരൊക്കെയാണ് അന്ന് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു 5ാം ക്ലാസ്സിൽ?
ഒരു സുർജിത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. സുർജിത്ത് മരണപ്പെട്ടു പോയി, മരണപ്പെട്ടുപോയി. അറിയാം, രാജൻ, വ്യക്തിപരമായി അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. രാജന് മരണപ്പെട്ടു. അവരൊക്കെ SFI ആയിരുന്നു. അങ്ങനെ താങ്കളും SFI? SFI 5ാം ക്ലാസ്സിൽ SFIയുടെ സ്കൂൾ ലീഡർ ആയിരിക്കുമ്പോൾ കുടുംബത്തിലെല്ലാം കോൺഗ്രസ് നേതാക്കളാണല്ലോ, കോൺഗ്രസ് നേതാക്കളാണല്ലോ. അവരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? എന്താ നീ SFI ചേർന്ന്? അവർക്ക് അറിയോ പോലും ഇല്ല. അങ്ങനെ ഞാൻ ക്ലാസ് ലീഡർ എന്താണെന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷം വന്ന് പിന്നെ കോളേജിൽ പഠിക്കുമ്പം SFIയുടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഈ 10ാം ക്ലാസ് വരെയുള്ള ആ സ്കൂൾ കാലഘട്ടത്തിൽ പ്രക്ഷോഭങ്ങളോ അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്? SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ SFI എന്ന് പറഞ്ഞാൽ സമര സംഘടനയാണ്, ഇന്നത്തെ പോലെയല്ല. ഇന്ന് സമരം ഇല്ല. അന്ന് വിദ്യാർത്ഥി SFI എന്നൊക്കെ പറഞ്ഞാൽ നിരന്തര പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രസ്ഥാനമായിരുന്നു. അപ്പോൾ താങ്കളൊക്കെ അന്ന് പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? കോളേജിൽ പഠിക്കുമ്പം അന്ന് ആ സമയത്താണ് SFI കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു പോളീസ് സമരം. അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പോളീസ് സമരം സ്വകാര്യ പോളിടെക്നിക്കുകൾ അനുവദിക്കുന്നതിനെതിരായിട്ടുള്ള സമരമായിരുന്നു. ഒരു 30 ദിവസമാറ്റം ശക്തമായ സമരം ഉണ്ടായിരുന്നു. സ്കൂളുകളൊക്കെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇതുള്ളത്. ആ സമരത്തിൽ 2 കേസുകളുണ്ടായിരുന്നു. തലശ്ശേരി പിക്കറ്റിംഗ്, ഒരു ബസ് കത്തിച്ചെന്നുള്ള, അങ്ങനെ 2 കേസുകളുണ്ടായിരുന്നു. ജെയിംസ് മാത്യു ആയിരുന്നു അന്ന് SFIയുടെ പ്രസിഡൻറ്റ്. ജെയിംസ് മാത്യു 1ാം പ്രതിയും, പിന്നെ നമ്മൾ കുറേ 100ഓളം പേർ 2ാം പ്രതിയായിട്ടാണ് 2 കേസ് ഉണ്ടായിരുന്നത്. പിന്നെ ആ കേസുകളൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നേരം പിൻവലിക്കാനുണ്ടായത്. അന്ന് ഞാൻ SFIയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്നു. ഈ പോളി സമരമൊക്കെ അന്ന് അതിനുശേഷം നിരവധി പോളികൾ വന്നു, സ്വകാര്യ മേഖലയിൽ വന്നു. ആ സമരമൊക്കെ അന്ന് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ? അല്ല, ഓരോ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ കുറേ ജാതി മതങ്ങൾക്ക് മാത്രം പോളിടെക്നിക്കുകൾ അതുപോലെ അനുവദിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. നായർക്ക്, തീയർക്ക്, അങ്ങനെ മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ജനറലായിട്ടുള്ള ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ സമരം ഉണ്ടായത്. ആ സമരം വിജയിക്കുകയും ചെയ്തു. ഈ കോളേജ് കാലഘട്ടത്തിലെ മറ്റ് സഹപാഠികൾ ആരൊക്കെയായിരുന്നു അന്ന്? മാഹി കോളേജ് തന്നെയല്ലേ പഠിച്ചത്? മാഹി കോളേജ്. ആ കാലഘട്ടം എങ്ങനെയാണ് ഓർക്കുന്നത്? ഈ പോളി സമരമല്ലാതെ മാഹി ബേസ് ചെയ്ത് ഏതെങ്കിലും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു? മാഹിയിൽ പഠിക്കുമ്പോഴല്ല, അതിനുശേഷം അതും മാഹിയിലെ ഏറ്റവും വലിയ സമരമായിരുന്നു. ടാഗോർ പാർക്ക് പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കോടികൾ വിലമതിക്കുന്ന പാർക്ക് വെറും 4000 രൂപക്കാണ് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പോയത്, ലീസിന് കൊടുത്തത്. ആ ലീസിനെതിരെ നമ്മൾ സമരം ചെയ്തു. ഞാനായിരുന്നു ടാഗോർ പാർക്ക് സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ്. 165 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേ നിരാഹാര സമരം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയാണ്? അല്ല, അന്ന് ഞാൻ വക്കീലായിരുന്നു. പഠനം. ഈ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത്? മാഹിയിലെ എല്ലാ വിഷയങ്ങളിലും ആരൊക്കെയായിരുന്നു മാഹിയിലെ താങ്കളുടെ നേതാക്കളായിട്ടുണ്ടായിരുന്നു? അന്ന് KV രാഘവേട്ടൻ ഉണ്ടായിരുന്നു, രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, സുനിൽകുമാർ, അങ്ങനെ അവരൊക്കെയായിരുന്നു, ഫൽഗുണൻ, അവരൊക്കെയായിരുന്നു അന്നത്തെ ലീഡേഴ്സ്. നമ്മളെല്ലാം ചെറിയ അവരെ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഈ 10ാം ക്ലാസ് വരെയുള്ള പഠന കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ മനസ്സിൽ ആ സമയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വലിയ സംവിധാനങ്ങളുടെ ഒരു കാലമല്ലല്ലോ. ആ കാലഘട്ടത്തിലെ ഓർമ്മകളിൽ ഒരു മനസ്സിന് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? മുന്നിൽ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, ഈ ആ കാലഘട്ടത്തിലാണ് കാലാകാലം നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുക. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ മനസ്സിൽ ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മിക്കാൻ കുറേയും കൂടി ഓർമ്മിക്കാനുണ്ടാകുന്നത് നമ്മൾ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുമ്പോഴാണ് പലരെയും പരിചയപ്പെടുന്നത്. പോളീസ് സമരമായിട്ട് ബന്ധപ്പെട്ട് തലശ്ശേരിയിലെ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ തലശ്ശേരിക്കാരായ കുറേ സഹപ്രവർത്തകരുണ്ടാവുമല്ലോ. ഒരുപാട് ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? അന്ന് മെയിനായി ജെയിംസ് മാത്യു ആണ്. ജെയിംസ് മാത്യു ആയിരുന്നു 1ാം പ്രതി ഉണ്ടായത്. ഈ ജെയിംസ് മാത്യു ഇപ്പോൾ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായിരിക്കും അദ്ദേഹമൊക്കെ അങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്? നമ്മളെ കൗൺസിലർ തമിഴ്നാട് അൻവർ, അവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഷാജി പാണ്ഡ്യാല. ഈ ജെയിംസ് മാത്യു ഒക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എല്ലാം സ്വയം ഒഴിയുന്നു. അങ്ങനെ രാഷ്ട്രീയം മടുക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ മടുത്തിട്ടല്ല, അദ്ദേഹം കുറേ സാമൂഹിക സേവന രംഗത്തേക്ക് മാറി എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അല്ലാതെ മടുത്തു പോകുന്നില്ല. അദ്ദേഹത്തിൽ ഇപ്പോഴും നല്ല അംഗീകാരമുള്ള മനുഷ്യനാണ്. മഹാത്മാഗാന്ധി കോളേജിലെ പഠനശേഷം താങ്കൾ LLB ചെയ്യാനായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഉടുപ്പി, കർണാടകയിലേക്ക്. എങ്ങനെയാണ്? എവിടെയാ? ഉടുപ്പിയിലാണ് LLB. അന്നെങ്ങനെ ഉടുപ്പി പോയി പെടാനുള്ള കാരണം? അന്ന് കേരളത്തിൽ കോളേജസ് ഉണ്ടായിരുന്നില്ല. ലോ കോളേജ് ആകെ 4 കോളേജസ് ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടായിരുന്നു. ഒന്ന് അക്കാഡമി ഉണ്ടായിരുന്നു. അപ്പം 4 കോളേജസ് ഉണ്ടായുള്ളൂ. പിന്നെ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു. ഞാൻ LLB പോകണം തീരുമാനിക്കുന്നപ്പോഴത്തേക്ക് പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ കഴിഞ്ഞു.
പിന്നെയാണ് ഉടുപ്പിയിൽ കോളേജുകൾ പേര് അറിയുന്നത്. എത്ര വർഷമാണ് അന്നത്തെ അന്ന് ഞാൻ 5 years 5 years ഞാൻ ചേർന്നത്. ഇന്ന് 3 years ഒക്കെ LLB അല്ല, 5 years തുടങ്ങുന്ന കാലമായിരുന്നു. ആദ്യം 3 years മാത്രമായിരുന്നല്ലോ. അത് 5 years തുടങ്ങുന്ന കാലം. എങ്ങനെയായിരുന്നു ഉടുപ്പിയിലെ കാലഘട്ടം? നല്ല അനുഭവമായിരുന്നു. നമ്മളിവിടെ മാഹിക്കാരെയും ചുറ്റുവട്ടത്തുള്ള ആളെയും കണ്ട് ജീവിച്ച ആള്, അവിടെയുള്ള നല്ലൊരു ശതമാനം ആളുകൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്നുള്ളവരാണ്. പിന്നെ കന്യാകുമാരി, അതുപോലത്തെ കർണാടകയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി. അതൊക്കെ ഇന്ന് നമുക്കൊരു അസറ്റായിട്ടാണ് കാണുന്നത്. എവിടെ പോയാലും നമ്മളെ കൂടെ പഠിച്ച ആളുകൾ, അല്ലെ ആ പീരീഡ് പഠിച്ച ആളുകളൊക്കെ. സമരങ്ങളും കാര്യമൊന്നുമില്ലല്ലോ പഠനം മാത്രം. പഠനകാലമൊക്കെ നല്ല രസകരമായി തന്നെ പോയി. നന്നായി ആസ്വദിച്ചു പോയി. എന്തൊക്കെയായിരുന്നു പ്രധാന കലാപരിപാടികളല്ല, നല്ല ഒരു കുറച്ച് കോളേജും കുറച്ച് കുഴപ്പവും നന്നായിട്ട് ആസ്വദിച്ചു. വേറെ ഈ പഠനമല്ലാതെ കലാരംഗത്തോ കായിക രംഗത്തോ മറ്റൊക്കെ ഉണ്ടായിരുന്നു ഏതെങ്കിലും? ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു 4.5 വർഷം പഠിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനും രസിപ്പിക്കാനും ക്ലാസിക്കൽ ഡാൻസിലേക്ക് പഠിക്കാനും അങ്ങനെ ഒരു ഓർമ്മ? സ്കൂൾ ഡാൻസ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്ന് തോന്നി. സോണിൽ പങ്കെടുത്തിട്ടുണ്ട്. LLBക്ക് പഠിക്കുമ്പം ഇൻ്റർ കോളേജിയറ്റിലൊക്കെ ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അടുത്ത കാലത്ത് ഞാനും ഭാര്യയും കൂടി ക്ലബിലെ ഫംഗ്ഷനിൽ ഡാൻസ് കളിക്കാറുണ്ട്. ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഓ, ഭാര്യ കലാകാരിയാണ്. ഭാര്യ ഇപ്പം ഡാൻസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം പറയും ഡാൻസ് പഠിക്കുന്നുണ്ട്. ഭാര്യ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഈ അവിടുത്തെ LLB 5 വർഷം അവിടെ കഴിഞ്ഞു. പ്രധാന ഇൻസിഡൻസുകൾ വല്ലതും ആ കാലഘട്ടത്തിലെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഉടുപ്പി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാലഘട്ടത്തിൽ? അല്ല, നമ്മളെ ഓരോ ദിവസവും ഓരോ അനുഭവമായിരുന്നു. അങ്ങനെ ഒരു എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടുന്ന കുറേ കാര്യങ്ങൾ. അതിൽ ഏറ്റവും രസകരമായി തോന്നിയ അനുഭവം എന്താണ് 5 വർഷത്തിനിടയ്ക്ക്? അതെല്ലാം പുതിയ തലമുറക്ക് പുതിയ പാഠമായിരിക്കും. അത് രസകരമായി തോന്നുന്നത്, നമ്മളെപ്പോഴും പോകുമ്പോൾ, ഒരു പ്രദേശത്ത് പോകുമ്പോൾ അവിടെ നിന്നുള്ള പല ആളുകളുടെ അടുത്ത് നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരേ ടൈപ്പ് മലബാർ ക്യാരക്ടർ ആയിട്ടുള്ള ആളുകളെയാണ് ഈ മാഹിയിലും പരിസരത്തും കാണുന്നത്. അതല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് പലതും പഠിക്കാനും പല ജീവിതാനുഭവങ്ങളും. LLB അവിടെ പൂർത്തിയാക്കിയിട്ട് എവിടെയാണ് എൻറോൾ ചെയ്ത്? എവിടെ നിന്നാണ്? ഇവിടെ കേരള ബാർ കൗൺസിലാണ്. അതെന്തുകൊണ്ടാണ് പോണ്ടിച്ചേരിയിൽ? മാഹി ആയതുകൊണ്ട് പോണ്ടിച്ചേരി തമിഴ്നാട്ടിൽ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചും കൂടി തമിഴ്നാട്ടിലാണോ ഈ പോണ്ടിച്ചേരിയുടെ ബാർ കൗൺസിൽ ഉള്ളത്? തമിഴ്നാട്ടിലാണോ? പോണ്ടിച്ചേരി സ്റ്റേറ്റിന് സ്വന്തമായിട്ട് ബാർ കൗൺസിൽ ഇല്ല. പോണ്ടിച്ചേരി സ്റ്റേറ്റ് മദ്രാസ് ഹൈക്കോടതിയുടെ കീഴിലാണ്. അപ്പോൾ അവിടെ കേരള ഹൈക്കോടതിയുടെ കീഴിൽ നിങ്ങൾ ചെയ്തു. അത് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇന്ത്യയിൽ എവിടെയും ചെയ്യാം. എവിടെയാണ് എൻറോൾമെന്റ് എവിടെയാണ് നടന്നത്? കൊച്ചിയിൽ നടന്നു. താങ്കളുടെ കൂടെ ആ സമയത്ത് ഏതൊക്കെ അഭിഭാഷകരാണ് ഉണ്ടായിരുന്നത് പ്രഗത്ഭരായിട്ടുള്ള? നമ്മൾ ഇപ്പോൾ അവരൊക്കെ നല്ല പ്രശസ്ത. ഒരു ജോബി എന്ന് പറഞ്ഞ എറണാകുളത്ത് നല്ല ലോയറാണ്. അതുപോലെ അനിൽ, അങ്ങനെ കുറേ പേരുണ്ട്. അവിടെ എൻറോൾ ചെയ്തിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് എവിടെയാണ്? തലശ്ശേരി PK വിജയൻ എന്ന് പറഞ്ഞ സീനിയർ മോസ്റ്റ്. വിജയൻ വക്കീലിന്റെ ജൂനിയർ ആയിട്ടാണ് ഉണ്ടായത്. ഒത്തിരി പ്രമുഖർ അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുണ്ട്. ഇന്ന് പല കോടതിയിലും പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ, നമ്മുടെ ഇന്ന് ഏറ്റവും പ്രശസ്തനായ വിശ്വൻ, അതുപോലുള്ള ആളുകളൊക്കെ വിജയൻ വക്കീലിന്റെ ജൂനിയേഴ്സ് ആയിരുന്നു. വിശ്വൻ എൻ്റെ ജൂനിയർ ആയിട്ടാണ് വിജയൻ വക്കീലിന്റെ അടുത്ത് പ്രാക്ടീസ് തുടങ്ങിയത്. എനിക്ക് ശേഷം തലശ്ശേരിയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ്. അപ്പോൾ ഈ അവിടെ ചെന്നിട്ട് ഈ ഫസ്റ്റ് ഇപ്പോൾ മാഹിയിൽ നിന്ന്, ആ കാലത്ത് മാഹിയിൽ നിന്ന് ഒത്തിരി അഭിഭാഷകരുണ്ടോ? ഇല്ല, എണ്ണം വളരെ കുറവല്ല. എത്ര പേരുണ്ടാവും നിങ്ങൾ കണക്ക് കൂട്ടിയാൽ? മാഹിക്കാരായിട്ടുള്ള ഒരു 5 പേര് മറ്റേ ഉള്ളൂ. 5 പേരേ ഉള്ളൂ. മാഹിക്കാരായ 5 അഭിഭാഷകരിൽ ഒരാളാണ് അല്ലേ? അവിടെ പോയി, അവിടെ വിജയന്റെ അടുക്ക പോയിട്ട്, PK വിജയന്റെ അടുക്ക പോയിട്ട് ആദ്യമായിട്ട് താങ്കൾ അപ്പിയർ ചെയ്ത കേസ് ഏതാണ് ഓർമ്മയില്ല? അതൊരു പാനൂരുള്ള ഒരു ക്രിമിനൽ കേസായിരുന്നു. അത് അന്ന് ആദ്യമായിട്ട് അക്യൂസ്ഡ് പ്രസിഡന്റ് എന്നാ പറയാ. എങ്ങനെയാണ് ആ ഓർമ്മ? ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ. അത് പറയുമ്പോൾ നന്നായിട്ട് വിറച്ചുകൊണ്ടാണ്. കുറേ നിറയെ ആളുകളുണ്ടാവും അന്ന് കോടതിയിൽ എന്ന് പറഞ്ഞാൽ. അത്രയും ആളുകൾ ചുറ്റുമുണ്ടാവും. അവിടെ നിന്ന് സീനിയർ അഡ്വക്കേറ്റ്സിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നല്ല സന്തോഷവും തോന്നി. അതിന് ശേഷം മാഹിയിലേക്ക് എനിക്ക് കേസ് വരാൻ തുടങ്ങി. അല്ല, ഈ വിജയന്റെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം. അന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും കേസുകൾ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സാധാരണ കേസുകളൊക്കെ കൈകാര്യം. 2 വർഷത്തിന് ശേഷം മാഹിയിലേക്ക് പറിച്ചു നട്ടു നിങ്ങൾ? മാഹിയിലേക്ക് ആ കാലഘട്ടത്തിൽ വിജയൻ വക്കീലിനായിരുന്നു ഏറ്റവും കൂടുതൽ കേസ് മാഹിയിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ കേസുകൾ മുഴുവൻ എനിക്ക് വന്നു മാഹിയിലുള്ള. അങ്ങനെ ഒരു
സീനിയർ ലോയേഴ്സും ചെയ്യില്ല, ഒരു ലോയറും ചെയ്യില്ല അങ്ങനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സുകൊണ്ട് അദ്ദേഹം ആ കേസുകളൊക്കെ എനിക്ക് തരിക ചെയ്തത്. അങ്ങനെ ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റും. എവിടെയാണ് താങ്കൾ ആദ്യം ഓഫീസ് ഇട്ടത്? മാഹി കോടതിയുടെ അടുത്ത് തന്നെ ഓഫീസ് ഈ ഉണ്ടായിരുന്നു. മാഹിയിൽ ഏതൊക്കെ കോടതികളാണുള്ളത്? മാഹിയിൽ ആദ്യം താങ്കളുള്ള ഞാനുള്ള സമയത്ത് ഒരു കോടതിയാണ്. ആ കോടതി എന്താണ്? ആ കോടതി ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് അദ്ദേഹം. അത് ഏത് കോടതിയാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ആണോ? അത് അല്ലല്ല, സബ് കോർട്ട് എന്നാണ് പേര്. പക്ഷേ ആ ജുഡീഷ്യൽ ഓഫീസർക്ക് 6 or 7 പവേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മജിസ്ട്രേറ്റ് ആയിരുന്നു, മുൻസിഫായിരുന്നു, മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണൽ ആയിരുന്നു, റെന്റ് കൺട്രോളർ ആയിരുന്നു, ഫാമിലി കോർട്ട് ഉണ്ടായിരുന്നു, ലേബർ കോർട്ട് പവേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒരാളാണ്. അതൊരു ഭയങ്കര സംഭവമാണല്ലോ. അത് മാഹിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്ത്യയിൽ. ഒരു ജഡ്ജിക്ക് 6 പദവി. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്, കുടുംബ കോടതി എല്ലാം. ഏതൊക്കെയാണ്? മജിസ്ട്രേറ്റ്, മുൻസിഫ്, സബ് ജഡ്ജ്, മോട്ടോർ ആക്സിഡന്റ്, MACT, റെന്റ് കൺട്രോൾ, ഫാമിലി കോർട്ട്, ലേബർ 7 കോടതികൾ. 7 പവേഴ്സ് ഉണ്ടായിരുന്നു. 7 കോടതികൾ. അപ്പൊ എങ്ങനെ സിറ്റിംഗ്? അതൊരു ഭയങ്കര അല്ല, ഓരോ സെക്ഷനായിട്ട് വിളിക്കും. ആദ്യം മജിസ്ട്രേറ്റ് കോർട്ടിൽ വിളിക്കും, മജിസ്ട്രേറ്റിന്റെ കേസ്, ക്രിമിനൽ കേസ് വിളിക്കും, പിന്നെ സിവിൽ കേസ് വിളിക്കും, പിന്നെ ആക്സിഡന്റ് കേസസ് വിളിക്കും, ഫാമിലി കേസസ്. ശരാശരി നിങ്ങളുടെ തുടക്കകാലത്തൊക്കെ എത്ര കേസുകൾ വരെ ഉണ്ടായിരുന്നു മാഹിയിൽ? മാഹി പൊതുവെ കുറവാണ്. മാഹിയിലെ മൊത്തം ജനസംഖ്യ എത്രയാണ് ശരിക്കും? 52,000. 52,000 ആളുകളെ ആകെ ഇപ്പോഴുള്ളൂ. അന്ന് എത്ര ഉണ്ടാവും? അന്ന് ബിലോ 30. അത്രേ ഉള്ളൂ. 30,000 ആളുകൾക്ക് ഒരു കോടതി. എല്ലാ കോടതികളും ഇവിടെയാണ്. അത് കോടതിയുടെ സിറ്റിംഗ് ടൈം എപ്പോഴാണ് ശരിക്കും? 10 മണി മുതൽ 5:30 വരെ, 5:45 വരെ. കേരളത്തിലൊക്കെ 11 മണിയല്ലേ? പക്ഷേ ഇവിടെ സാറ്റർഡേ ലീവാണ്, 5 day വീക്കാണ്. 5 ദിവസമേ കോടതി. മാഹിയിലെ കോടതികൾ 5 ദിവസമാണോ? ഒരു ജഡ്ജ്. അപ്പോൾ ഇത് ജഡ്ജിൻ്റെ നല്ലൊരു ഫണ്ണി തിങ് ഉണ്ട്. എന്താണ്? അപ്പോൾ നമ്മളൊരു ക്രിമിനൽ കേസും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമും ഒരേ ആളെ തന്നെ ചെയ്യാം. അപ്പോൾ ക്രിമിനൽ കേസിൽ ഒരു പ്രതിനെ വെറുതെ വിടും, ആക്സിഡന്റ് കേസിൽ. അതേ പ്രതിയെ തന്നെ അന്ന് തന്നെ വിധി പറയുകയാണെന്ന് വെച്ചാൽ, ഒരു മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം വരുമ്പോൾ ഈ ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഇഞ്ചുറി പറ്റിയ ആൾക്ക് അവാർഡ് കൊടുക്കുന്നത്. ഒരു ദിവസം തന്നെ ഒരേ ജുഡീഷ്യൽ ഓഫീസർ 2 വിധി പറയാം. ഒരു കേസിൽ ഡ്രൈവറെ വെറുതെ വിടുകയും മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമിൽ വരുമ്പോൾ അവർക്ക് എന്താ പറയുക, ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് കണ്ട് കോമ്പൻസേഷൻ അവർക്ക് വിധിക്കുകയും ചെയ്യും. ഭയങ്കര വിരോധാവസ്ഥ. ഇത് രണ്ടും ഒരുമിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായ എന്താവും? ഇല്ല, അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ്. പിന്നെ ജാമ്യം കിട്ടിയാൽ തന്നെ, സപ്പോസ് എല്ലാം തമിഴ് ജഡ്ജസ് ഉണ്ടാകുക, ജുഡീഷ്യറി മദ്രാസിൻ്റെ കീഴിലാകുമ്പോൾ അവർ നാട്ടിൽ പോകും. സപ്പോസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിക്ക് ഹൈക്കോടതി ജാമ്യം കിട്ടി, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് ജാമ്യം കിട്ടിയാൽ, ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടും ഇവിടെ ജഡ്ജില്ലെങ്കിൽ പ്രതി ജയിലിൽ തന്നെ ഉണ്ടാകുക. ജുഡീഷ്യൽ ചുമതല ആർക്കും കൊടുക്കും. പോണ്ടിച്ചേരിയിലാണ് ചുമതല ഉണ്ടാകുക. 640 കിലോമീറ്ററാണ് മാഹിയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക്. അപ്പോൾ അത്രയും ദൂരെ പോയിട്ട് ജാമ്യക്കാരെയും കൂട്ടി ജാമ്യത്തിലെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ഈ ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിൻ്റെ ഉത്തരവ് പ്രകാരം എന്താണ് താങ്കൾ ആവശ്യപ്പെട്ട കാര്യം? എന്തായിരുന്നു? ഇവിടെ ഒരു കോടതിയും കൂടി, ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ട് ചേർന്നിട്ടുള്ള ഒരു കോടതി വേണമെന്ന് പറഞ്ഞു. അഡീഷണൽ ഒരു കോടതി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവദിച്ച്. ഏതാ അനുവദിച്ചത്? ഒരു ഡിസ്ട്രിക്ട് മുൻസിഫ് കം മജിസ്ട്രേറ്റ് കോർട്ട് അനുവദിച്ച്. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ആദ്യ പോരാട്ടം നടത്തുന്നത്. എൻ്റെ ഞാൻ ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ആ കോടതി വരുന്നത്. ഇപ്പോൾ എല്ലാ സമയവും ഇവിടെ ജഡ്ജസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കേസുകളൊക്കെ വേഗം തീരാൻ തുടങ്ങി. താങ്കൾക്ക് അങ്ങനെയൊക്കെ സാധാരണ പൊതുവെ ആരും ചെയ്യാറില്ല. എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കോടതി വിധിയിലൂടെ ഒരു കോടതി സ്ഥാപിതമായത്. ആദ്യമായിട്ടാണ് കോടതി വിധിയിലൂടെ ഒരു കോടതി. അത് മാഹിയിൽ. അത് ചരിത്ര മാഹിയിലാണ്. ആ സമയത്തുള്ള കേസുകളുടെ ഒരു സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു? ആ കാലഘട്ടത്തിൽ വന്നിരുന്ന കേസുകളുടെ സ്വഭാവം? കേസുകൾ എല്ലാ ടൈപ്പ് കേസ്. മാഹി ചെറിയ സ്ഥലമാണെങ്കിലും ആ സമയത്ത് മലബാറിൻ്റെ നമ്മൾ തലശ്ശേരിയുടെ ഭാഗമായതുകൊണ്ട് മാഹിയിൽ കുറേ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് CPM BJP അല്ലെങ്കിൽ CPM കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് BJP സംഘടനകൾ ഉണ്ടാവുമായിരുന്നു. കുറേ കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. ആ സമയത്ത് നല്ല കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇവിടുത്തെ ബെയിൽ സ്വഭാവം എങ്ങനെയാണ്? ഇവിടെയാണോ എല്ലാ ബെയിലുകളും പരിഗണിക്കുക? ഇപ്പം കേരളത്തിലാണെങ്കിൽ JFCM, അത് കഴിഞ്ഞ് സെഷൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് കൊച്ചിയിലെ ഹൈക്കോടതി പോകണം. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം? ഇവിടെ നമ്മുടെ
ഞാൻ പറഞ്ഞു നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി 640 കിലോമീറ്റർ ഉണ്ട് മാഹിന്ന് പോണ്ടിച്ചേരിയിൽ. നമ്മളിവിടെയുള്ള ഡിസ്ട്രിക്ട് കോർട്ട് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ അണ്ടറിലാണ് മാഹി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയാലോ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലോ അല്ലെങ്കിൽ സെഷൻസ് കേസിലുള്ള ബെയിൽ എന്ത് വേണമെങ്കിലും നമ്മൾ പോണ്ടിച്ചേരി പോകണം. അപ്പോൾ ഇവിടെ ഒരു പ്രതി റിമാൻഡ് ചെയ്താൽ അവനെ പോണ്ടിച്ചേരി പോയിട്ട് ജാമ്യം എടുത്തിട്ട് വേണം. പോണ്ടിച്ചേരിയിലാണോ ചെന്നൈയിലാണോ? പോണ്ടിച്ചേരിയിൽ. ഇനി പോണ്ടിച്ചേരിയിൽ തള്ളിക്കഴിഞ്ഞാൽ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് സെഷൻസ് പോണ്ടിച്ചേരിയിൽ, പിന്നെ അപ്പീല് ഹൈക്കോടതി ചെന്നൈയിൽ. അപ്പൊ പോണ്ടിച്ചേരിയിൽ ഒരു ഹൈക്കോടതി ഇല്ല. പോണ്ടിച്ചേരി ഹൈക്കോടതി അത് സ്റ്റേറ്റ് ആണെങ്കിലും എന്താണ് അവിടെ ഹൈക്കോടതി ഇല്ലാതാകുന്നത്? സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു ചോദ്യം. ചെറിയൊരു സ്റ്റേറ്റ് ആണ്. അതിനുവേണ്ടി മന്ത്രിസഭ പാസ്സാക്കിയിരിക്കുന്നുണ്ട് ഹൈക്കോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ ഫൈനലൈസ് ആയിട്ടില്ല. അത് 8 കൊല്ലം മുന്നേ നമ്മുടെ മാഹി MLA ആയിരുന്ന രാമേന്ദ്രൻ മാസ്റ്ററാണ് പോണ്ടിച്ചേരി ഹൈക്കോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അസംബ്ലിയിൽ ഒരു പ്രമേയം കൊണ്ടുവന്ന് അത് അയക്കാണ്ട് തന്നെ പാസ്സാവുകയും സെൻട്രൽ ഗവൺമെൻറ്റിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആ ഒരു കോടതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടം പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നല്ലോ ഈ തദ്ദേശ സ്വയംഭരണ. അല്ല, കോടതിയിൽ വേറെ ഒന്നും കൂടിയുണ്ട്. മാഹിയിൽ സബ് കോടതിക്ക് 5 ലക്ഷം രൂപ മാത്രമേ 5 ലക്ഷം രൂപ വരെ ഉള്ള കേസുകൾ മാത്രമേ നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. 5 ലക്ഷം രൂപ വരെ. അതിന് മേലെയുള്ള MACT അല്ല, മറ്റേ സിവിൽ കേസ്, മറ്റു വ്യവഹാരങ്ങൾ. ഇപ്പോൾ പാർട്ടീഷന് ഒരു 10 സെന്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് 5 ലക്ഷത്തിന്റെ മേലെ വാല്യൂ വരും. അപ്പോൾ അതിവിടെ മാഹിയിൽ നടത്താൻ കഴിയില്ല. പോണ്ടിച്ചേരി കൊണ്ടുപോയി ഫയൽ ചെയ്ത് പോണ്ടിച്ചേരിയിൽ നടത്തേണ്ട അവസ്ഥ. ഒരു സിവിൽ സ്യൂട്ട്, ഒരു സിവിൽ കേസ് നടത്തി പോണ്ടിച്ചേരി പോയിട്ട് ഫയൽ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനെതിരെ ഞാൻ മദ്രാസ് ഹൈക്കോടതിയിൽ പോയി വീണ്ടും ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് ഇപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ കീഴിൽ മാഹി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും 5 ലക്ഷം വരെയുള്ള കേസേ സബ് കോടതിക്ക് നടത്താൻ പറ്റുള്ളൂ. പക്ഷെ മാഹിയിൽ അൺലിമിറ്റഡാണ്. നിങ്ങൾക്ക് 5 കോടിയുടെ 10 കോടിയുടെ 50 കോടിയുടെ കേസ്. പോരാട്ടം ആദ്യം ഒരു കോടതി അനുവദിച്ചു, പിന്നെ ഈ സാമ്പത്തിക പരിധി മറികടക്കാനുള്ള വിധി ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. അതുപോലെ വേറെ ഇതുണ്ട്, നമ്മളെ കൺസ്യൂമർ കോർട്ട്. അത് പോണ്ടിച്ചേരി ഉണ്ടായത്. ഇപ്പം നമ്മളൊരു കൺസ്യൂമർ, മിക്കവാറും കൺസ്യൂമർ കേസ് നമുക്കറിയാലോ, 1000 രൂപയുടെ 5000 രൂപയുടെ ഒക്കെ മാറ്റേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ പോണ്ടിച്ചേരി ഫയൽ ചെയ്ത് പോണ്ടിച്ചേരി പോയി നടത്തേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ അതിനും ഒരു മദ്രാസ് ഹൈക്കോടതിയിൽ പോയി ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് ഇപ്പോൾ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ട്. 2 മാസത്തിൽ ഒരു ദിവസം കൺസ്യൂമറിന്റെ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ട് മാഹിയിൽ. അപ്പോൾ 3 കോടതി അനുവദിപ്പിച്ചു. പരിധി, സാമ്പത്തിക കേസുകളുടെ സാമ്പത്തിക പരിധി എടുത്തു കളഞ്ഞു. 3ാമത് ഉപഭോക്തൃ കോടതികളുടെ ക്യാമ്പ് സിറ്റിംഗ് സംഘടിപ്പിച്ചു. എങ്ങനെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ താങ്കൾ ഇടപെട്ടു? താങ്കൾക്ക് എങ്ങനെയാണ് ആ തോന്നലുണ്ടായത്? അത് കുറേ കാലമായിട്ടുള്ള മാഹിക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്നുവെച്ചാൽ മാഹി പോണ്ടിച്ചേരിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ ആകെ 3 ഇലക്ഷൻസ് മാത്രമേ നടന്നിട്ടുള്ളൂ. എത്ര വർഷമായി അപ്പോൾ? 1954 മുതൽ 70 വർഷം, 7 പതിറ്റാണ്ടിൽ 3 ഇലക്ഷൻ മാത്രമേ നടന്നു. അതിൽ എത്ര താങ്കൾ വഴി നടന്നത്? അതിൽ ഒന്ന് 1968 ശേഷം ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അത് 2005 ഞാനൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത്. എന്തൊക്കെയാണ് താങ്കൾ അതിനകത്ത് ഡിമാൻഡ് ചെയ്തത്? ഒന്നുമില്ല, ഇലക്ഷൻ നടത്തണമെന്ന് മാത്രം. ഇലക്ഷൻ നടത്താത്തത് കൊണ്ട് ഇപ്പം നമുക്കറിയാം 1994 നരസിംഹറാവു മിനിസ്ട്രിയുള്ള സമയത്ത് ഇലക്ഷൻ നടത്താത്ത സ്റ്റേറ്റുകൾക്ക് ഗ്രാൻഡ് കട്ട് ചെയ്തിരുന്നു സെൻട്രലിൻ്റെ 25%. അപ്പോൾ നമുക്ക് പോണ്ടിച്ചേരിക്ക് ഇലക്ഷൻ നടത്താത്തത് കൊണ്ട് 5000 കോടിയുടെ സെൻട്രൽ എയ്ഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കെല്ലാം, നമ്മൾ മായിക്കാരും പോണ്ടിച്ചേരിക്ക് എല്ലാം അനുഭവിക്കേണ്ട പൈസയാണ്. കുറച്ച് രാഷ്ട്രീയക്കാരുടെ വാശി കൊണ്ട്. എന്തായിരിക്കും അങ്ങനെ വാശി പിടിക്കുന്നതിൻ്റെ പിന്നെ? പുതിയ ആരും പൊളിറ്റിക്സിൽ വരാൻ പാടില്ല, അവരെ പവേഴ്സ് നഷ്ടപ്പെട്ടു. ഒരു കാരണം, ഇപ്പോൾ പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ സാധാരണ നമുക്ക് തലശ്ശേരി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഉണ്ട്, അതിലും വലുതാണ് MLA. അതെ. പക്ഷേ പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ 5 MLA-മാരുണ്ട് മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ താഴെ. അതെങ്ങനെയാണ് അത് വരുന്നത്? അത് മണ്ഡലത്തിൻ്റെ അങ്ങനെ വരുന്നത് സ്വഭാവം വെച്ചിട്ട്. അതുപോലത്തെ അതിൻ്റെ അടുത്തുള്ളൊരു മുനിസിപ്പാലിറ്റി ഒഴുകര്, അവിടെയും അതുപോലെയാ. ഒരു മുനിസിപ്പൽ കൗൺസിലിന് കീഴിൽ ഇവിടെ ഒരു ഇവിടെ ഒരു MLA ഉള്ള സമയത്ത് ഒരു MLA-ക്ക് പിന്നെ പഞ്ചായത്ത് കുറേ ഉണ്ട്. ഒരു പ്രത്യേകതയുള്ള വളരെ ആ പോരാട്ടം എങ്ങനെയാണ് കൊണ്ടുപോയത് താങ്കൾ? ഒറ്റയാൾ പോരാട്ടം തന്നെ. ഒറ്റയാൾ പോരാട്ടം. അങ്ങനെ എത്ര 33 വർഷം 38 വർഷത്തിന് ശേഷം 2006 തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം ഇപ്പം 19 വർഷമായി തെരഞ്ഞെടുപ്പില്ല. ഞാൻ വീണ്ടും മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോർട്ടിൽ പോയി.
സുപ്രീം കോടതിയിൽ 2018 തന്നെ ഇലക്ഷൻ നടത്താൻ വേണ്ടി സർക്കാരിന് ഡയറക്ഷൻ കൊടുത്തു, പോണ്ടിച്ചേരി സർക്കാരിന്. പക്ഷെ അവർ നടത്തിയില്ല. ഡീലിമിറ്റേഷൻ നടത്തേണ്ട ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം 2021 ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു, കോടതി അലക്ഷ്യം. ആ കോടതി അലക്ഷ്യ ഹർജിയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഈ ഇലക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 2 പ്രാവശ്യം പോണ്ടിച്ചേരി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ്റെ ഡേയിലാണ് ഒരു പ്രാവശ്യം ഇലക്ഷൻ നീട്ടിവെക്കുന്നത്. പിന്നെ അതുപോലെ ഇലക്ഷൻ നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നത് അവിടെയുള്ള പ്രതിപക്ഷ നേതാവും വേറെ MLA-മാരും ചേർന്നാണ്. അതെ, പുതിയ ആളുകൾ വരാൻ പാടില്ല, അവരെ പവേഴ്സ് കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 30 MLA-മാരും ചേർന്ന് നിവേദനം കൊടുത്തു ഗവർണർക്ക് ഇലക്ഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. റീസൺ പറയുന്നത് ബാക്ക്വേർഡ് കാസ്റ്റ് സംവരണം പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഭരണഘടനാ പ്രകാരം ബാക്ക്വേർഡ് കാസ്റ്റിന് റിസർവേഷൻ ഇല്ല. സ്റ്റേറ്റിന് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, എവിടെയില്ല. നമ്മൾ കേരളത്തിലും ബാക്ക്വേർഡ് കാസ്റ്റിന് ഇല്ലല്ലോ, അതുപോലെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുമാതിരി ഒരു ദിവസം ബന്ദ് നടത്തി, തെരഞ്ഞെടുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ. അത് പോണ്ടിച്ചേരിക്ക് മാത്രം അവകാശപ്പെട്ടുക. അന്ന് എൻ്റെ ഫോട്ടോ ഇതെല്ലാം എടുത്തിട്ട് കത്തിക്കൊക്കെ ചെയ്തിന് അവിടെ. ഞാൻ കുറേ കാലം പേടിച്ചിട്ട് പോണ്ടിച്ചേരി പോകാറില്ലായിരുന്നു. സത്യാവസ്ഥയാണ്. ആലോചിക്കുമ്പോ ചിരിയാ വരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലെ MLA-മാര് ആവശ്യപ്പെട്ടാണ് ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തരുത്. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രഖ്യാപനമായിരുന്നു അധികാരം താഴെത്തട്ടിലേക്ക്, അധികാര വികേന്ദ്രീകരണം. അതിനള്ളു വെച്ച ജനപ്രതിനിധികളുണ്ട് നാട്ടിൽ, അല്ലേ? അവരെന്നെ കേസ് കൊടുത്തത്. ഇപ്പം 3 കേസുകൾ സുപ്രീം കോടതിയിലാണ് നടത്തി, 3 കേസുകൾ മദ്രാസിൽ നിന്നുണ്ട്. ഈ 3 കേസുകൾ നടത്തുന്നത് എനിക്കെതിരെ ഗവൺമെൻറ്റിനും ഈ നടത്തുന്ന ആളുകൾക്കും വേണ്ടി ഹാജരായ വക്കീലന്മാരെ നമ്മൾ നോക്കേണ്ടത്. തുഷാർ മേത്ത, സൊളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, മുഗൾ റോത്തഗി പഴയ അറ്റോർണി ജനറൽ, പിന്നെ ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ഉണ്ട്, നമ്മുടെ പോണ്ടിച്ചേരിക്കാരനാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ 2 കോടിയിലധികം കേസ് നടത്താൻ വേണ്ടി സർക്കാരിനും ഇവർക്ക് ചിലവായിട്ടുണ്ട്. ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലാതിരിക്കും. പിന്നെ സീനിയർ അഡ്വക്കേറ്റ് വത്സൻ, പിന്നെ അഡീഷണൽ ഒന്നുമില്ല, ലോക്കൽ ബോഡി ഇല്ല. എനിക്ക് 4 ലക്ഷത്തിലധികം ചിലവായി കേസ് നടത്താൻ വേണ്ടി ഇത്രയും കാലം. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ആണ് ഇത് കാണുന്നത്. നമ്മൾ മലയാളികൾ അന്തം വിട്ടുപോകും. ഒരു നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി ചിലവാക്കുക. നമുക്ക് ഈ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയതോടെ നമ്മുടെ താഴെത്തട്ടിലേക്ക് അധികാരം പോയത്. പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ അധികാരം താഴെത്തട്ടിലേക്ക് പോകരുതെന്ന് അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്നു. അശോക് കുമാർ, നിയമ പോരാട്ടത്തിൽ വേറെ എന്തൊക്കെയാണ് താങ്കളുടെ ഓർമ്മയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ? പ്രധാനപ്പെട്ടത് മാഹി തലശ്ശേരി മാഹി ബൈപ്പാസ്. അതിന് 45 വർഷത്തെ ആയുസുണ്ട്. അത് ഇപ്പം പൂർത്തിയാകുന്നത് അത് 1977 തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തന്നെ ഈ ബൈപ്പാസ് പോകേണ്ട സ്ഥലമൊക്കെ മാർക്ക് ചെയ്തിരുന്നു. അങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ലാൻഡ് ഓണേഴ്സിന് ഇത് വിൽക്കാനോ വേറെ കൺസ്ട്രക്ഷൻ നടത്താനോ ഒന്നും പറ്റിയില്ല. ആ സ്ഥലങ്ങളിൽ ഏകദേശം 38 വർഷത്തോളം ഇങ്ങനെ നീണ്ടുപോയി. സർക്കാർ അത് അവസാന ഘട്ടത്തിൽ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും 2010 കാലഘട്ടത്തിൽ അതിന് അന്ന് അവർ കണ്ട് 3 കാറ്റഗറി ആയിട്ടാണ് ലാൻഡിനെ അവർ ക്ലാസിഫൈ ചെയ്തത്. അതിൽ അന്ന് കണ്ട വില ഏവറേജ് 3 കൂടി ഏവറേജ് 25,000 രൂപയായിരുന്നു സെൻറ്റിന്. അപ്പം അത് ആക്ഷൻ കൗൺസിലുണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ കന്നിപ്പയിൽ ബാബു മരിച്ചുപോയി, ഗംഗാട്ടൻ, അവരൊക്കെ എന്നെ സമീപിച്ചു, ഇത് ഹൈക്കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ആ ഒരു പാർട്ടിയും കൂടി ചേർന്ന് അതിൽ സമീപിച്ചു. ആ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടു. അതിനെ ബേസ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസ് കമ്മിറ്റി ഉണ്ടാക്കി. ആദ്യം 25,000 രൂപയാണ് സെൻറ്റിന് 2010 ഉണ്ടായത്. 2013 ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടാക്കി അവർ ഈ ലാൻഡ് ഓണേഴ്സുമായിട്ട് ഇരകളുമായിട്ട് സംസാരിച്ച്
അതിൻ്റെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് തീരുമാനമായത് 3,50,000 സെൻറ്റിന്. അത്രയും വലിയ വലിയ എമൗണ്ട്. അത് 85 കോടി രൂപയാണ് ഇവർക്ക് അധികമായിട്ട് കിട്ടിയത് എൻ്റെ ഇടപെടൽ പോരാട്ടം കൊണ്ട്. എന്നിട്ടും നാഷണൽ ഹൈവേ ആദ്യം പണം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ രാമേന്ദ്രൻ മാഷ് MLA ആയപ്പോൾ ഞാനും മാഷയുടെ കൂടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ അസംബ്ലിയിൽ വിഷയം ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ആളുകൾ പോണ്ടിച്ചേരിയിൽ വന്ന് ചീഫ് മിനിസ്റ്ററും എല്ലാവരും കൂടിയിട്ടുള്ള മീറ്റിംഗ് കൂടി. അതിൽ ഈ പൈസ കൊടുക്കാൻ തീരുമാനമായി. പലർക്കും അന്നുള്ള മാർക്കറ്റ് വിലയെക്കാട്ടും കൂടുതലാണ് വില കിട്ടിയത്. കുറേ ആളുകൾക്ക്, കുറച്ച് ആളുകൾക്ക് വലിയ ഗുണം കിട്ടി. വലിയ 85 കോടിയാണ്. 85 ചെറിയ പ്രദേശത്തേക്ക് വന്നത് അല്ലേ? അത് ശരിക്കും നാടിന്റെ തലവര തന്നെ മാറ്റിയിട്ടുണ്ടാവും. അവിടെയല്ലേ അതിന്റെ അവകാശികൾ 220 കുടുംബങ്ങളായിരുന്നു. അതിന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വന്നിരിക്കുന്നത് ഏകദേശം 2000-ഓളം ഗുണഭോക്താക്കളുണ്ട്. ഓരോ ചില ഫാമിലിയിൽ 65 അതിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും ജനകീയ മുന്നേറ്റങ്ങൾ താങ്കൾ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ നടത്തി. താങ്കൾ എപ്പോഴെങ്കിലും മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഏതൊക്കെ കാലഘട്ടത്തിൽ? ഞാൻ 2006 അസംബ്ലിയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. എത്ര വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു? 1947 വോട്ടിനാണ് തോറ്റത്. 1000 വോട്ട് മറിഞ്ഞിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. പിന്നെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അന്ന് അത് എത്ര വോട്ടിനാണ്? 2200. പിന്നെ അതിന് മുന്നേ പോണ്ടിച്ചേരി പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഇലക്ഷനിൽ മത്സരിച്ചു. മുനിസിപ്പൽ, നിയമസഭ, പാർലമെന്റ് 3 തെരഞ്ഞെടുപ്പുകളിൽ താങ്കൾ മത്സരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി വിജയിക്കാത്ത ആളാണ് ഏറ്റവും കൂടുതൽ പ്രവൃത്തികൾ ഈ മേഖലയിൽ. അല്ല, ഞാൻ തോറ്റിട്ടാണ് ഇതൊക്കെ ചെയ്തത്. തോറ്റാലും ചെയ്യാം. ഇല്ല, നമുക്ക് അതിനുള്ള ഒരു മനസ്സ് മതി. നമുക്കൊരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ അത് സാധാരണ എല്ലാവരും നിങ്ങളിത് പുതിയ ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് അവരുടെ മനസ്സിൽ ഇതാ വേണ്ടത്. മത്സരിച്ച് ജയിക്കണം എന്നില്ല. അല്ല, ജയിക്കണ്ട, മത്സരിക്കണമെന്നില്ല. ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യാം. എന്തൊക്കെയാണ് ഈ IRPCയുടെ എന്താണ് ലോ ഫൗണ്ടേഷൻ? അത് എങ്ങനെയാണ് അതിന്റെ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ? അത് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയിട്ട് തുടങ്ങിയ സംഘടനയാണ്. എങ്ങനെയാണ് അത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? അത് കുറേ ആളുകൾക്ക് നീഡി പീപ്പിൾ നിയമം സഹായം ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു ഉദ്ദേശം ഉണ്ടായത്. അതിന് ശേഷമാണ് ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ചിന്ത ശശിയേട്ടൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പം ഉച്ചക്കുള്ള ഭക്ഷണങ്ങൾ കണ്ണൂർ 1000 ദിവസം കഴിഞ്ഞു. എല്ലാ ദിവസവും ഉച്ചക്ക് കണ്ണൂർ ടൗണിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക്. നിരാലംബരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നു. വലിയ കാര്യമാണ്. 1000 ദിവസം കഴിഞ്ഞു. 1000 ദിവസം പിന്നിട്ടു. വേറെ എന്തൊക്കെയാണ് ലോ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ? പിന്നെ ഫ്രീ ആയിട്ട് നിയമസഹായം IRPC കേരളത്തിലാണ് സജീവമായിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആണോ? അല്ലല്ല, കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ട് മാഹിയിലുള്ളതിന്റെ ചെയർമാനാണ്. IRPC എന്തൊക്കെ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്? അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ്? കിടപ്പ് രോഗികൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ. നിലവിൽ മാഹി IRPCക്ക് ഉള്ളത് നമ്മുടെ അടുത്ത് കുറച്ച് ബെഡുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ രോഗികളെ പോയിട്ട് പരിചരിക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഹരിത മാഹി? താങ്കൾ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ആരാണ് താങ്കൾ? ഹരിതയല്ല, ഞാൻ കൃഷിഭൂമി എന്നില്ല. കൃഷിഭൂമി. അപ്പം ഞാനത് നമ്മളിവിടുന്ന് പച്ചക്കറി തൈകൾ, ചെറിയ തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ആളുകൾക്ക്. ആർക്ക് വീട്ടിൻ്റെ മുന്നിൽ തൈകൾ വെക്കും, ഇഷ്ടമുള്ള ആളുകൾക്ക് എടുത്തു കൊണ്ടുപോകാം. ആരാന്ന് പോലും ഞാൻ അറിയില്ല കൊണ്ടുപോകുന്നത്. ഞാൻ വീട്ടിന് മുന്നിൽ തൈകൾ വെച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ ഇടാറാണ് പതിവ്. ഞാൻ തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് എല്ലാ തൈയും ആർക്ക് വേണേ എടുത്തുകൊണ്ട്. അതാണ് അതിന്റെ പരിപാടി. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മാനസികാവസ്ഥ അല്ല, നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 30% പച്ചക്കറിയെങ്കിലും മാഹിയിൽ ഉണ്ടാക്കാൻ. ഈ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു സാധനമുണ്ടോ? ഗാനശക്തിയോ അങ്ങനെ എന്തോ ഒരു? ഇല്ല, അത് ഇതാണ് ഓർഗനൈസേഷനാണ്, ഗണശക്തി എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ അത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സംഘടനയുടെ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗണശക്തി എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ? അത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റോട്ടിൽ 500 മീറ്ററോളം ദൂരം റോഡിൻ്റെ 2 സൈഡിലും 200-ലധികം ചെടികൾ, ബോഗൺവില്ല,
അത് വെച്ചിട്ട് നമ്മൾ 3.5 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് റെയിൽസ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് എടുത്തു കളഞ്ഞു. ഈ കായിക രംഗത്തുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? ഹോക്കിയും അതുപോലെ തന്നെ ഫുട്ബോളും ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയല്ല? ഫുട്ബോള് മാഹിക്ക് നല്ലൊരു ഫുട്ബോൾ പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞേരം ഫുട്ബോൾ തീരെ ഇല്ലാതായി. അപ്പോഴും ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ട് നമ്മൾ ആലോചിച്ചു കുറച്ച് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കണമെന്ന്. അങ്ങനെ എൻ്റെ ഈ വീട്ടിൽ വെച്ചിട്ട് നമ്മളൊരു സംഘടന ഉണ്ടാക്കി, സുധാകരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ അക്കാദമി എന്ന് പറഞ്ഞിട്ട്. സുധാകരൻ മാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചൊരു PT മാഷായിരുന്നു. നല്ല എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാഷായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സംഘടന ഉണ്ടാക്കി. അത് ഇപ്പോൾ 14 വർഷമായി. ഇപ്പം 200-ലധികം കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. മാഹിയിലും പന്തക്കൽ, പിന്നെ മാഹി ഇൻഡോർ സ്റ്റേറ്റ് ഗ്രൗണ്ട്, അങ്ങനെ 3 സ്ഥലത്തായിട്ട് നമ്മൾ. ഹോക്കി ഉണ്ട് അതിൻ്റെ കൂടെ? ഹോക്കിയുടെ പ്രസിഡന്റാണ് ഞാൻ. ഹോക്കി ഞാൻ ഹോക്കിയിലില്ല, പക്ഷെ ഫുട്ബോള് ഞാൻ മാഹി ഫുട്ബോൾ വെറ്ററൻ ടീമിലെ മെമ്പറാണ്. കളിക്കാൻ ഫുട്ബോൾ കളിക്കും, ഹോക്കി കളിക്കൂല. ഹോക്കി കളിക്കില്ല. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്? ഈ ലയൺസ് ക്ലബ്ബ് അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടോ? ലയൺസ് ക്ലബിലുണ്ട്, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത്. ഞാനൊരു എത്ര സംഘടനകളുടെ ഭാരവാഹിത്വം ഉണ്ട്? കുറേയുണ്ട്. കുറേ ഉണ്ട്. ആദ്യം സൈക്കിൾ ക്ലബ് ഉണ്ട് നമുക്ക്. സൈക്കിൾ ക്ലബ്, മാഹി സൈക്കിൾ ക്ലബ്. ഈ കൊച്ചു പ്രദേശത്ത് ഇതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്, നമ്മളെ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് മാഹി, പഴയ മാഹി ഇപ്പം ബൈപ്പാസ് വന്നല്ലോ. ബൈപ്പാസ് വന്നു കഴിഞ്ഞപ്പോൾ മാഹി എന്ന ഒരു സംവിധാനത്തിന് എന്താണ് അവസ്ഥ ശരിക്കും? മാഹി പെട്ടെന്ന് ട്രാഫിക് കുറഞ്ഞു. അതുമാത്രമല്ല, മാഹിയിൽ ഓൾറെഡി ടാക്സ് GST വന്നതോടുകൂടി തന്നെ മാഹിയുടെ മേഖല ആകെ തളർന്നിരിക്കുക. ഇപ്പം പെട്രോളും മദ്യവും മാത്രമേ ഉള്ളൂ. അതിന് ഇനി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയില്ല. ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട പ്രോഗ്രാം ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം നമ്മുടെ സർക്കാരൊക്കെ. എന്തായാലും ടൂറിസം പ്രൊമോഷൻ ആവുന്നില്ലാണ്. അതിന് വേണ്ടി കേരളത്തോട് മാഹി ചേരണം എന്നൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഇങ്ങനെ ഈ പോണ്ടിച്ചേരിയോടൊപ്പം നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് വല്ലതും ഉണ്ടോ ശരിക്കും? ഇല്ല, ഞാൻ എൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചു. എൻ്റെ മോൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെ ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഉള്ള ഒരു ചെറിയ ഏരിയ വെച്ചാൽ മാഹി ആയിരിക്കും ഏറ്റവും കൂടുതൽ എൻജിനീയേഴ്സ് ഉള്ളത്. അത് പഠിപ്പിൻ്റെ കാര്യത്തിൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ പോണ്ടിച്ചേരിയോടൊപ്പം നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ അഭിപ്രായം അതാണ്. ഈ പോണ്ടിച്ചേരിയുടെ ഈ 640 കിലോമീറ്റർ പോകാതെ ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹൈക്കോടതി പോകണമെങ്കിൽ അങ്ങ് പോകണമല്ലോ. ഇപ്പോഴും സെഷൻസിൽ പോകണമെങ്കിൽ അല്ല, ഇപ്പോഴും ഞാൻ പിന്നെ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ബെഞ്ച് വേണമെന്നാണ്? അല്ല, ഡിസ്ട്രിക്ട് കോർട്ട് മാഹിയിൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും ഇപ്പം ജാമ്യം എടുക്കാനായാലും എല്ലാം പോണ്ടിച്ചേരി പോകണം. അതുകൊണ്ട് മാഹിയിൽ ഡിസ്ട്രിക്ട് കോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു. അതിൽ ഇത് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അടുത്ത ആഴ്ച നമ്മുടെ ലോ സെക്രട്ടറി മാഹിയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഏപ്രിൽ മെയ്യോടുകൂടി നിയമ രംഗത്ത് മാഹിയുടെ ഇന്നത്തെ ഈ മുന്നേറ്റങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് താങ്കൾ തന്നെയാണ്. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു നല്ല ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, സബ്ജക്ട് മജിസ്ട്രേറ്റൊക്കെ വാഹനത്തിന് വേണ്ടിയിട്ട് പോലീസിനെ ആശ്രയിച്ച് ലോക്കപ്പ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ മജിസ്ട്രേറ്റ് ലോക്കപ്പ് വിസിറ്റ് പോകണം, ജയിൽ വിസിറ്റ് ഉണ്ട്. ഇതൊക്കെ ആദ്യം പോലീസിനോട് പറയും. പോലീസ് വണ്ടി പറയുമ്പോൾ ലോക്കപ്പ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടാവും, എല്ലാം ഉണ്ട്. പിന്നെ പോലീസിന് ജുഡീഷ്യൽ ഓഫീസർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു കേസ് കൊടുത്ത് പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റിന് കാറുണ്ട്. അതല്ല, ആ കാറ് ഇന്ത്യയിൽ മജിസ്ട്രേറ്റിന് ഡിസ്ട്രിക്ട് ജഡ്ജിന് മാത്രമേ കാറുള്ളൂ. അതിൽ താഴെയുള്ള സബ് ജഡ്ജിനില്ല, CJM-ല്ല, ഒന്നും സബ് ജഡ്ജിനൊന്നും കാറില്ല. പക്ഷേ മാഹിയിലെ മജിസ്ട്രേറ്റിന് കാറുണ്ട്. അത് ഇന്ത്യയിൽ മാഹി മാത്രമേ ഉള്ളൂ. ചരിത്രം ശരിക്ക് പഠിക്കേണ്ടതുണ്ട്, വായിക്കേണ്ടത്. അത്രയും പ്രാധാന്യമുണ്ട് ഈ കാര്യങ്ങൾ. എങ്ങനെയാണ് അതിപ്പം ഇനി എന്താണ് താങ്കളുടെ പ്രവർത്തന മേഖല? ഇപ്പം ഇനി ഹൈക്കോടതി സെഷൻസ് കോടതി സ്ഥാപിക്കണമെന്ന് ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സെഷൻസ് കോർട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ കുറേ കേസുകളുണ്ട്. എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ മർഡർ കേസ്, അങ്ങനത്തെ എക്സ്പ്ലോസീവ് ചെറിയ കാര്യമുണ്ട്, നമുക്കറിയാമല്ലോ. ഇവിടെയുള്ള സാധാരണ സംഭവം.
ആ കേസുകളൊക്കെ 15-20 വർഷം പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇപ്പം ഒരു മജിസ്ട്രേറ്റ് കോർട്ട് കൊണ്ടുവന്ന് പ്രതികളെല്ലാം അങ്ങ് എത്തണം അല്ലേ? പോണ്ടിച്ചേരി പോകണം. ഒരു സെഷൻസ് ഒരു കേസ് ഒരു 302 307 എക്സ്പ്ലോസീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോകണം. അപ്പം അതിന് മാറ്റം വരും. സെഷൻസ് വന്നു കഴിഞ്ഞാൽ വേറെന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് മാഹിയെ കുറിച്ചുള്ള താങ്കളുടെ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ? കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് മനസ്സിലുള്ളത്? അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും മാഹിയിലൊരു പ്രത്യേകത, പൊതുവെ നല്ല ആളുകളാണ്. ഒരു ഇലക്ഷൻ വരുന്നേരം മാത്രമേ പൊളിറ്റിക്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും പൊതുവെ ഒരു സൗഹൃദം, പിന്നെ തമ്മിൽ അറിയുന്ന ആളുകളാണ്. ആ സൗഹൃദത്തോടു കൂടി എല്ലാവരും നിൽക്കണം. പിന്നെ ഇലക്ഷൻ നടത്തിക്കാന്നുള്ളൊരു കാര്യം വീണ്ടും അതിനുവേണ്ടി പോരാട്ടത്തിലേക്ക് ഇറങ്ങും. എന്താണ് കുടുംബം എങ്ങനെയാണ്? മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഒരു ജീവിത പങ്കാളി എവിടുന്നാണ് കണ്ടെത്തിയത്? ഭാര്യ ഹസീന ഡോക്ടർ ഹസീന ഭാസ്കർ. അവർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. വെള്ളാനി മണ്ണുത്തി അവിടെയാണ് കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറാണ്. എങ്ങനെയാ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്? കോളേജ് കാലഘട്ടത്തിൽ കണ്ട് പ്രണയവും മറ്റോ ആണോ? അതോ പറയാ പ്രണയൊന്നും പറയാ സഹപാഠികളായിരുന്നു? ഇല്ല, എൻ്റെ ജൂനിയർ ആയിരുന്നു. ജൂനിയറിനെ പ്രേമിച്ചു, സീനിയർ കല്യാണം കഴിച്ചു. മക്കള് 2 പെൺകുട്ടികൾ. ഒന്ന് ജ്വാല, എന്ത് ചെയ്യുന്നു? അവര് ഡോക്ടറാണ്. എവിടെയാണ്? ഇല്ല, ഇപ്പം PGക്ക് പ്രിപ്പറേഷൻ. എവിടെയാണ്? എവിടുന്ന് MBBS ചെയ്തത്? പോണ്ടിച്ചേരി. രണ്ടാമത്തെ ആള് BDSന് പഠിക്കാണ് മംഗലാപുരത്ത്. എന്താ പേര്? പാറുൽ. രണ്ട് പെൺകുട്ടികളും നിങ്ങൾ മൊത്തം 4 കുടുംബം. സഹോദരങ്ങളൊക്കെ സെപ്പറേറ്റ് താമസിക്കുന്നു. എല്ലാവരും. അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും രണ്ടുപേരും മരണപ്പെട്ടു. ഓക്കെ. എങ്ങനെ ജീവിതത്തെ ഇത്രയും കാലത്തെ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല സന്തോഷം. പുതിയ തലമുറയോട് എന്തൊക്കെ പറയാനുണ്ട്? ഒന്നുമില്ല, ജീവിതത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യണം. അതാണ് ഈ സക്സസ് സ്റ്റോറിയുടെ ഈ ഷൂട്ടിലൂടെ വരുമ്പോൾ ഇത്രയും വലിയൊരു കഥ കേൾക്കേണ്ടി വരും എന്ന് കരുതിയില്ല. ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ മാഹിയിലെ ജനങ്ങൾക്ക് അശോക് കുമാർ എന്ന അഭിഭാഷകൻ നൽകിയ കാര്യങ്ങൾ ചെറുതല്ല. ജനങ്ങൾക്ക് മാത്രമല്ല, മജിസ്ട്രേറ്റിന് കാറ് കിട്ടാൻ വരെ അതിനകത്ത് ഭയങ്കര രസകരമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. പോലീസിനെയാണ് ആശ്രയിക്കുക ലോക്കപ്പ് വിസിറ്റ് ചെയ്യാൻ. ഈ പോലീസ് ലോക്കപ്പ് കാണാൻ വേണ്ടി പോലീസിന് വണ്ടി ചോദിച്ചാൽ പോലീസ് പിന്നെ ലോക്കപ്പ് വൃത്തിയാക്കിയിടും, അടികൊണ്ട പ്രതി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് പോലീസായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിരുന്നു ഒരു കാലത്ത്. ആ ലോക്കപ്പുകൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് പോകുമ്പോൾ പോലീസ് വണ്ടിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കുക? ഇത് മനസ്സിലാക്കിയിട്ട് ഒരു അഭിഭാഷകൻ മജിസ്ട്രേറ്റിന് വാഹനം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുക, അതിനുവേണ്ടി പോരാട്ടം നടത്തുക. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മജിസ്ട്രേറ്റിന് കാറ് ലഭിക്കുന്നത് മാഹിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമതൊന്ന് ആലോചിക്കണം, 5 ലക്ഷത്തിൽ കൂടുതൽ വ്യവഹാരം പാടില്ല എന്ന് പോണ്ടിച്ചേരിയിൽ ആ ഒരു തീരുമാനത്തിനെതിരെ കോടതിയെ അൺലിമിറ്റഡ് വ്യവഹാരം, അതിനും സൗകര്യമൊരുക്കുക. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേദി ഒരുക്കുക. ഇപ്പോൾ സെഷൻസ് കോടതി കൊണ്ടുവരാനുള്ള, അതുപോലെ സബ് കോടതി കൊണ്ടുവരിക. അതുകൂടാതെ ഇപ്പോൾ സെഷൻസ് കോടതിക്കുള്ള പോരാട്ടത്തിലാണ്. ഭാവിയിൽ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിന് വേണ്ടിയും അശോക് കുമാർ ശ്രമിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇതാണ് മനുഷ്യന് മാതൃകയാകേണ്ടത്. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനുഷ്യരോടുള്ള സേവനം ചെയ്യാനുള്ള ആ ആർത്തി അല്ലെങ്കിൽ ആ ഒരു ത്വര അദ്ദേഹത്തിന് വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പച്ചക്കറി കൃഷിക്ക് പച്ചക്കറി കൊടുക്കുന്നത് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു രസം തോന്നി. വീടിന് മുന്നിൽ പച്ചക്കറികൾ നിരത്തി വെക്കും, എന്നിട്ടത് ഗേറ്റിൻ്റെ അടുക്ക്, എന്നിട്ട് പോസ്റ്റ് ചെയ്യും. വീടിൻ്റെ മുന്നിൽ പച്ചക്കറികളുണ്ട്, ആളുകൾക്ക് വന്നെടുത്ത് പോവാം. താങ്കൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവരും പച്ചക്കറി കൊണ്ടുപോകും. ഇത് അപൂർവങ്ങളിൽ എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് എനിക്ക് ചീര ഉണ്ടാക്കി തന്ന അനുഭവമല്ലുണ്ട്. അപ്പോൾ അതൊരു രസമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഞാനും എൻ്റെ കുടുംബമായിരുന്നു. ഇപ്പോൾ കുടുംബം പോലും വേണ്ട എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറുമ്പോൾ അഡ്വക്കേറ്റ് അശോക് കുമാറൊക്കെ നമുക്ക് മാതൃകയാണ്, ഒരു പാഠമാണ്, പാഠപുസ്തകമാണ്. ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രേക്ഷകരിലേക്ക് ഈ അധ്യായം. വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന അശോക് കുമാറിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.